പലതും ശേഖരിച്ചു വയ്ക്കുന്ന സ്വഭാവമുള്ള പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. സ്റ്റാമ്പുകൾ, നാണയങ്ങൾ ഇവയെല്ലാം ശേഖരിച്ചു വയ്ക്കാറുണ്ട്. ഇനി കുറച്ചുകൂടെ പണമുള്ളവരാണെങ്കിൽ ടോയ്സുകൾ ശേഖരിച്ചു വയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് ബാർബി ഡോള് പോലുള്ള പാവകൾ. ഇവയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പാക്ക് ചെയ്തു വയ്ക്കും, അതൊന്നും ചീത്തയാകാതിരിക്കാനായി. ഇതുപോലെ സ്ത്രീകളെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സൈക്കോ ഉണ്ടായിരുന്നു. ജോസ്ഫിന എന്ന പേരുള്ള 25 വയസ്സുകാരിയായ ഒരു സ്ത്രീ, ഒരു മകളുണ്ട്. കൂടാതെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ലൈംഗിക തൊഴിലാളി കൂടിയാണ് അവൾ. ഫിലാഡൽഫിയ എന്ന അമേരിക്കയിലെ ഒരു സ്ഥലത്താണ് അവൾ ജോലി ചെയ്യുന്നത്. പതിവ് പോലെ ആ ഒരു സ്ത്രീയെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി, വളരെ ഹൈറ്റുള്ള ഒരാൾ. ആ സമയത്ത് അവൾക്കുണ്ടായ ഒരു സംശയം. സാധാരണ രീതിയിൽ മിക്ക ആളുകളും അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഹോട്ടലുകളിലായിരിക്കും. സ്വന്തം വീട്ടിലേക്ക് ആരും അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാറില്ല. എന്നാൽ ഇയാൾ അവളെ സ്വന്തം വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ അതവൾ അത്ര കാര്യമാക്കിയില്ല. അവിടെ ചെന്ന് നേരെ മുകളിലുള്ള മുറിയിലേക്ക് പോയി. അവിടെ വെച്ച് കാര്യമെല്ലാം കഴിഞ്ഞതിനു ശേഷം അയാൾ കാശും കൊടുത്തു. ഇതിനിടെ ഇവൾ വസ്ത്രം മാറുന്ന സമയത്ത് ഇയാൾ പുറകിലൂടെ വന്ന് അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി, അവളുടെ ബോധം നഷ്ടമാകുന്നതുവരെ. അല്പസമയം കഴിഞ്ഞ് അയാൾ അവളെ നേരെ ബേസ്മെന്റിനരികിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അവളുടെ കൈകളിൽ ഒരു മസിൽ ക്ലാമ്പ് ധരിപ്പിച്ചു. അതായത് മൃഗങ്ങളെയൊക്കെ കെട്ടിയിടുന്ന ഒരു ചങ്ങല. ആ ചങ്ങല ഇവളുടെ കൈയിലേക്ക് കെട്ടുന്നു. എന്നിട്ട് സ്ക്രൂ കൊണ്ട് അത് മുറുക്കി വെച്ചു. അവൾക്കിനി യാതൊരു കാരണവശാലും അത് തുറക്കാനേ സാധിക്കില്ല. മാത്രവുമല്ല, അവിടെ അവൾ ഒരുപാട് കുഴികൾ കണ്ടു. ആ ഒരു കുഴിയിൽ ഒരാൾക്ക് പോലും നിൽക്കാൻ സാധിക്കില്ല. എന്നാൽ ആ കുഴിയിലേക്ക് അവളെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ അവൾ കരഞ്ഞ് നിലവിളിച്ച് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. തന്നെ ഒന്നും ചെയ്യരുത് എന്ന് കരയാൻ തുടങ്ങി. പക്ഷേ അയാൾ അവളുടെ തലക്കടിച്ചുകൊണ്ട് അവളെ നിർബന്ധിച്ച് ആ കുഴിക്കുള്ളിലേക്ക് ഇറക്കി. അതിനുശേഷം ഒരു പലക വച്ച് അത് മൂടി. ആ പലകയ്ക്ക് മുകളിലും വലിയ സാധനങ്ങൾ വച്ച് അത് ഭദ്രമായി അടച്ചു വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത അയാളുടെ പേര് ഗാരി ഹെഡ്നിക് എന്നാണ്. നമ്മൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ പലർക്കും പല ഹോബികളുണ്ട്. പലതും ശേഖരിച്ചു വയ്ക്കുന്ന ഹോബി ഉണ്ടാകും. ഇയാളുടെ ഒരു ഹോബി എന്നത് സ്ത്രീകളെ ശേഖരിച്ചു വയ്ക്കുക എന്നതാണ്. അതായത് ഒരുപാട് സ്ത്രീകളെ തട്ടിക്കൊണ്ടുവരും. ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിക്കും. എന്നിട്ട് ആ കുഴിയിലേക്ക് ഇറക്കും. പിന്നീട് വീണ്ടും അയാളുടെ ആവശ്യത്തിന് വേണ്ടി കുഴിയിൽ നിന്നും പുറത്തേക്കെടുക്കും. വീണ്ടും അതേ കുഴിക്കുള്ളിലേക്ക് തന്നെ വയ്ക്കും. ഇതായിരുന്നു അയാളുടെ ഹോബി. ഇയാളുടെ ലക്ഷ്യം മിനിമം 10 സ്ത്രീകളായിരുന്നു. അതിൽ ആദ്യത്തെ സ്ത്രീയായിരുന്നു ജോസ്ഫീന. നിങ്ങൾ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ സൈക്കോ ആയ ഗാരി 1943 ജനിച്ചത്. അവന് 3 വയസ്സുള്ള സമയത്ത് അവന്റെ മാതാപിതാക്കൾ വിവാഹമോചനം നേടുന്നു. പിന്നീട് അവൻ കുറച്ചുകാലം അമ്മയോടൊപ്പം താമസിച്ചു. പിന്നീട് അച്ഛനോടൊപ്പം താമസിച്ചു. ഇതിനിടയിൽ ഇവന് മിലിറ്ററിയിൽ നിർബന്ധിത ജോലിക്ക് പോകേണ്ടി വന്നു. അവിടെ വെച്ച് അവന്റെ IQ പരിശോധിച്ചപ്പോൾ 148 ആണ് കാണിച്ചത്. അതായത് വളരെ ഹൈ IQ ആണ്. അവിടെയുള്ള എല്ലാവരും ഇവനെ എക്സലന്റ് എന്ന് പറയാൻ തുടങ്ങി. പിന്നീട് ആ മിലിറ്ററിയിലുള്ള ആളുകൾ ഇവന് മെഡിക്കൽ ഫീൽഡിൽ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ പതിയെ പതിയെ അവൻ ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങി. പലതവണ ആത്മഹത്യാ ശ്രമങ്ങൾ എടുത്തു. പിന്നീട് അവനെ ആ സർവീസിൽ നിന്ന് തന്നെ പെൻഷൻ കൊടുത്ത് പറഞ്ഞയച്ചു. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി ഒരു ആശുപത്രിയിൽ ജോലിക്ക് കയറി. പക്ഷേ അവിടെയും അവന്റെ രോഗികളോടുള്ള മോശമായ പെരുമാറ്റം കാരണം ആശുപത്രിയിൽ നിന്നും അവനെ ഡിസ്മിസ് ചെയ്തു. കൂടാതെ ഇവനൊരു പ്രണയമുണ്ടായിരുന്നു, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ആ പെൺകുട്ടി ഇവന്റെ കൂടെ അല്ല, ഫിലിപ്പീൻസിലാണ്. ഇവർ കത്തുകൾ വഴിയാണ് പ്രണയിച്ചത്. ഇവനെക്കുറിച്ചുള്ള യാതൊരു ധാരണയും ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നിരുന്നില്ല. പിന്നീട് അവൾ അമേരിക്കയിലെത്തി ഇവനെ കാണുകയും രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നത്. കാരണം ആ പെൺകുട്ടിയെ അവൻ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി. മാത്രവുമല്ല, പ്രകൃതി വിരുദ്ധമായ രീതിയിൽ അവളെ ഒരുപാട് തവണ ബലാത്സംഗം ചെയ്തു. അതോടുകൂടിയും അവസാനിപ്പിച്ചില്ല. മറ്റുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് ഇവളുടെ മുൻപിൽ വെച്ച് തന്നെ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ അവൾ ഒരു ദിവസം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി.
പിന്നീട് അവന് മറ്റൊരു ഗേൾ ഫ്രണ്ട് കിട്ടി. അവളുടെ പേര് ആൻജിയാനെറ്റ് എന്നാണ്. എന്നാൽ ഇവൾക്ക് മാനസികമായി അല്പം വളർച്ചയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളെ കൺട്രോൾ ചെയ്യാനും അവന് വളരെ എളുപ്പമായിരുന്നു. അവൻ അവളെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളത് പോലും അവൾക്ക് മനസ്സിലായില്ല. പോരാത്തതിന് അവളെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന കാര്യം മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബുദ്ധി പോലും അവൾക്കില്ലായിരുന്നു. അതൊക്കെ അവൻ വല്ലാതെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ഒരു സമയത്ത് അവൾ ഗർഭിണിയായി, പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ ആ കുട്ടിയെ ഗവൺമെന്റ് ഏറ്റെടുത്തു. കാരണം അമ്മയ്ക്ക് മാനസികമായി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. ഈ ആൻജിയാനെറ്റിനെ ആൽബർട്ട എന്ന മറ്റൊരു സഹോദരിയുണ്ട്. ആ സഹോദരിയും ഇതുപോലെ മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. അവൾ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഒരു ദിവസം ഗാരി അവിടെ ചെന്ന് അവളുടെ ഫാമിലിയാണ് ഞാനെന്ന് പറഞ്ഞു. മാത്രവുമല്ല ഡേ പാസിന് അപ്ലൈ ചെയ്തു. ഡേ പാസ് എന്ന് പറഞ്ഞാൽ ഈ രോഗികളുടെ ബന്ധുക്കൾക്ക് ഒരു ദിവസം ഈ രോഗിയെ വീട്ടിലേക്കോ പാർക്കിലേക്കോ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഈ ഡേ പാസ്. പിന്നീട് ആശുപത്രിക്കാർ ബന്ധുവാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗാരിയോടൊപ്പം അവളെ ഡേ പാസിന് വിടുന്നു. അവളെ നേരെ അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവളെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ അബ്യൂസ് ചെയ്യപ്പെടുന്ന ആൽബർട്ടയ്ക്കോ അവളുടെ സഹോദരിയായ ആൻജിയാനെറ്റിനോ മനസ്സിലായില്ല അവൻ അവരോട് എന്താണ് ചെയ്യുന്നത് എന്ന്. ഒരു 10 ദിവസം ഇങ്ങനെ പോയി. ആശുപത്രിയിലേക്ക് ആൽബർട്ട് തിരിച്ചു വരാതെ ആയപ്പോൾ ആശുപത്രിക്കാർ പോലീസിനെ അറിയിച്ചു. പോലീസുകാർ നേരെ ഗാരിയുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ ആൽബർട്ടയുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ കാണാൻ സാധിച്ചു. പോലീസിന് മനസ്സിലായി അവൻ അവളെ ഉപദ്രവിച്ചു എന്ന്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പക്ഷേ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ലഭിച്ച വിധി ഇവൻ മെന്റലി സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന്. അങ്ങനെ 3 വർഷം അവൻ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 3 വർഷത്തിന് ശേഷം 1981 ഇവൻ ആശുപത്രിയിൽ നിന്നും റിലീസായി. പിന്നീട് നേരെ ഫിലാഡൽഫിയയിലേക്ക് വരുന്നു. ഒരു ചർച്ച് തുടങ്ങി. ആ ചർച്ചിൽ ആദ്യമൊക്കെ 5 ഫോളോവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പതിയെ അവിടെ വരുന്നവരുടെ എണ്ണം കൂടുകയും ഡൊണേഷൻ അധികമാവുകയും ചെയ്തു. ഇവന്റെ ചിലവുകൾക്കൊന്നും യാതൊരു കുറവും ഉണ്ടായില്ല. ആവശ്യത്തിന് പണം ഒരുപാട് ലഭിച്ചു തുടങ്ങി. അപ്പോഴാണ് വീണ്ടും അവനൊരു ആഗ്രഹം വരുന്നത്. സ്ത്രീകളെ തനിക്കിനിയും കൺട്രോൾ ചെയ്യണം. അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. വീടിനടിയിൽ ബേസ്മെന്റിൽ ഒരുപാട് കുഴികൾ ഉണ്ടാക്കി. ഇവരെ ടോർച്ചർ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. അങ്ങനെയാണ് 1986 നവംബർ മാസം 25-ന് ജോസ്ഫിനയെ ഇവൻ തട്ടിക്കൊണ്ടുവരുന്നു. അതിനുശേഷം 24 വയസ്സുള്ള സാൻഡ്ര എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു. പിന്നീട് 19 വയസ്സുള്ള ലിസി എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു. 23 വയസ്സുള്ള ഡിബോറ എന്ന പെൺകുട്ടിയെ കൊണ്ടുവന്നു. 18 വയസ്സുള്ള ജാക്ലിൻ എന്ന പെൺകുട്ടിയെ കൊണ്ടുവന്നു. അതായത് 2 മാസം കൊണ്ട് 5ഓളം സ്ത്രീകളെയാണ് ഇവൻ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതും ഈ ബേസ്മെന്റിലെ കുഴിയിൽ അടച്ചിട്ടു. ഈ 5 സ്ത്രീകളും ഇവൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇവൻ അവരെ വളരെ ക്രൂരമായ രീതിയിലാണ് പീഡിപ്പിച്ചത്. ഇതിൽ 2 സ്ത്രീകൾ അവനെ വല്ലാതെ എതിർത്തിരുന്നു. അവന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിരുന്നു. അതിൽ ഒരാളായിരുന്നു സാൻഡ്ര. ഒരു ദിവസം ഇവൻ സാൻഡ്രയെ മുടി പിടിച്ചു വലിച്ച് ആ കുഴിയിൽ നിന്നും പുറത്തേക്കെടുക്കുകയും അവളെ അടിക്കുകയും ചെയ്തു. പിന്നീട് അതേ കുഴിയിലേക്ക് തന്നെ അടച്ചു. ഒരു പലക വെച്ച് മൂടിയതിനു ശേഷം ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം സാൻഡ്ര ആ പലക മാറ്റി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ അതവൻ കണ്ടു. അവൻ നേരെ ചെയ്തത് സാൻഡ്രയെ ആ കുഴിയിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയും ഒരു ചങ്ങലയിൽ തൂക്കിയിടുകയും ചെയ്തു. ഒരാഴ്ച ഭക്ഷണം പോലും കൊടുക്കാതെ അവൻ അവളെ ഉപദ്രവിച്ചു. ഒരാഴ്ചയോളം ഭക്ഷണം കിട്ടാതെ ആയപ്പോൾ ആ പെൺകുട്ടിക്ക് ബോധം നഷ്ടമാവുകയും മരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം മറ്റുള്ള പെൺകുട്ടികളുടെ കൺമുൻപിലാണ് നടന്നത്. അവൻ അതൊന്നും കാര്യമാക്കിയില്ല. അവരുടെ മുൻപിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ അവൻ മുകളിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് ബാക്കിയുള്ള സ്ത്രീകളോട് അവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അവസ്ഥയും എന്നെ എതിർത്താൽ ഇത് തന്നെ ആയിരിക്കും എന്ന്. മുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവൻ ആ ശരീരത്തെ വെട്ടി കഷ്ണങ്ങളാക്കി. പെൺകുട്ടിയുടെ റിപ്സ് എടുത്ത് അവൻ ഓവനിൽ വെച്ചു. അവളുടെ തല വെട്ടിയെടുത്ത് സ്റ്റവിൽ കുക്ക് ചെയ്തു. ബാക്കി ശരീരഭാഗങ്ങൾ നായക്കിട്ടുകൊടുത്തു. മാത്രവുമല്ല ബാക്കിയുള്ള സ്ത്രീകൾക്ക് സാൻഡ്രയുടെ ശരീരം വെട്ടി കഷ്ണങ്ങളാക്കിയ മാംസം ഡോഗ് ഫുഡിനൊപ്പം മിക്സാക്കി കഴിക്കാനും കൊടുത്തു. ഈ സ്ത്രീകൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. തന്റെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയുടെ ശരീരഭാഗമാണ് തങ്ങൾ കഴിക്കുന്നത് എന്ന്. സാൻഡ്രയുടെ ശരീരം നന്നായി ഡിസ്പോസ് ആകാത്തത് കൊണ്ട് തന്നെ അതിന്റെ ദുർഗന്ധം അയൽവാസികൾക്കെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ചീഞ്ഞ ദുർഗന്ധം വരുന്നത് കൊണ്ട് പോലീസിൽ അവർ കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ പോലീസ് അവിടെ വന്ന് പരിശോധിച്ചു. ആ സമയത്ത്
അവൻ പോലീസുകാരോട് പറഞ്ഞത്, ഞാൻ കുറച്ചധികം മാംസം വാങ്ങിയിരുന്നു, അതിൽ ഒരുപാട് കേടായി, അതുകൊണ്ടാണ് സ്മെല്ല് വന്നത് എന്നും പറഞ്ഞു. പോലീസുകാർ അതും വിശ്വസിച്ച് അവിടെ നിന്നും പോയി. പിന്നീട് ഇവനെ രണ്ടാമതായി എതിർത്ത ഡിബോറ എന്ന ആ പെൺകുട്ടിയെ ഇവൻ ഇലക്ട്രിക് വയറുകൾ ഉപയോഗിച്ച് ഷോക്ക് അടുപ്പിച്ചു കൊന്നു. അതായത് ആ പെൺകുട്ടി നിന്നിരുന്ന ആ കുഴിയിലേക്ക് ആ വയറുകൾ ഇറക്കി. പിന്നീട് ആ പെൺകുട്ടിയുടെ ശരീരം വെട്ടി കഷ്ണങ്ങളാക്കിയില്ല. കാരണം മുൻപ് ചെയ്തപ്പോൾ ആ ഒരു ദുർഗന്ധം പുറത്തേക്ക് പോവുകയും ആളുകൾക്ക് സംശയം തോന്നുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തവണ ആ പരിപാടിക്ക് അവൻ നിന്നില്ല. പിന്നീട് ഇവന്റെ വീട്ടിൽ നിന്നും കുറച്ചു മാറി ഈ ശരീരം കുഴിച്ചിട്ടു. ഇതെല്ലാം കണ്ടുനിന്ന ജോസ്ഫിന, അതായത് ഇവൻ ആദ്യം തട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവനെ എതിർത്തിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇവനിൽ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിക്കണം എന്ന്. അങ്ങനെ അവൾ അവന്റെ സൈഡിലേക്ക് മാറി. അതായത് അവൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അനുസരിച്ച് അവന്റെ ആളുപോലെ തന്നെ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ അവനും അവളോട് ഒരുപാട് ഇഷ്ടം തോന്നി. മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെ കിട്ടാത്ത ഒരു പരിഗണന അവൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇടയ്ക്ക് ബേസ്മെന്റിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാം, ഇവനോടൊപ്പം ഇരുന്ന് TV കാണാം. അവൻ അവൾക്ക് ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കും. അങ്ങനെ രണ്ടുപേരും വല്ലാത്തൊരു അടുപ്പത്തിലായി. ഈ സമയത്തെല്ലാം അവൾക്ക് ഒരുപാട് അവസരങ്ങളും ലഭിക്കുന്നുണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ. പക്ഷെ അവൾ രക്ഷപ്പെട്ടില്ല. കാരണം താൻ എങ്ങാനും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ത്രീകളെ അവൻ കൊല്ലുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആ പരിപാടിക്ക് അവളും നിന്നില്ല. വീണ്ടും നല്ലൊരു സമയത്തിനായി കാത്തിരുന്നു. അവൻ തട്ടിക്കൊണ്ടുവന്നത് മൊത്തം 5 സ്ത്രീകളെയാണ്. അതിൽ 2 പേർ മരിച്ചു കഴിഞ്ഞു. ഇനി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. മറ്റ് സ്ത്രീകളെ ഇനി തട്ടിക്കൊണ്ടുവരാനുള്ള പദ്ധതിയിലാണ് അവൻ. ഈ സമയത്ത് ജോസ്ഫിൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, ഇനിയുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരാൻ ഞാനും നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും ചേർന്ന് 1987 മാർച്ച് മാസം 23-ാം തീയതി ആഗ്നസ് എന്ന 24 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുവന്നു. ഇതോടുകൂടി ഗാരിക്ക് ജോസഫിനോടുള്ള വിശ്വാസം കൂടി, ഒരുപാട് ഇഷ്ടവും കൂടി. ഇതാണ് ശരിയായ സന്ദർഭം എന്ന് മനസ്സിലാക്കി ജോസഫിൻ ഗാരിയോട് ചോദിച്ചു, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് അവസാനമായി ഒന്ന് പോകണം, അവരോട് ഒരു ഗുഡ് ബൈ പറയണം എന്ന്. ഗാരിയും ആ ആവശ്യം സമ്മതിച്ചു. അങ്ങനെ 2 പേരും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. ആ സമയം ആ വീട് എത്തുന്നതിന് മുൻപ് അവൾ അവനോട് പറഞ്ഞു, ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്താൽ മതി, എൻ്റെ വീടിനടുത്തേക്ക് നീ വരണ്ട. എന്നെ കാണാനില്ല എന്ന ഒരു പരാതി എൻ്റെ വീട്ടുകാർ തീർച്ചയായും പോലീസിൽ കൊടുത്തിട്ടുണ്ടാകും. നിന്റെ കാർ ആ പരിസരത്ത് വന്നാൽ തീർച്ചയായും പോലീസ് കണ്ടുപിടിക്കും. അവനും അത് വിശ്വസിച്ചു. അങ്ങനെ വണ്ടി ഗ്യാസ് സ്റ്റേഷനടുത്ത് പാർക്ക് ചെയ്തു. അവളെയും കാത്തു നിന്നു. അവന്റെ കണ്ണൊന്ന് മാറിയെന്ന് കണ്ടപ്പോൾ തന്നെ അവൾ അവിടെയുണ്ടായിരുന്ന ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ കയറി 911 വിളിച്ചു. എന്നിട്ട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. വേഗം വരണം, ഇല്ലെങ്കിൽ അവൻ ഇവിടെ നിന്നും രക്ഷപ്പെടും എന്നും പറഞ്ഞു. അങ്ങനെ പോലീസുകാർ അവിടെ പാഞ്ഞെത്തി ഗാരിയെ അറസ്റ്റ് ചെയ്തു. നേരെ ഇവന്റെ വീട്ടിലേക്ക് കടന്ന് ബേസ്മെന്റിൽ കയറി. അവിടെ കണ്ട കാഴ്ച പോലീസുകാർക്ക് പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പിന്നീട് കോടതിയിൽ അവനെ ഹാജരാക്കി. 1988 ഇവന് കോടതി വധശിക്ഷ വിധിച്ചു. 1989 ജൂലൈ മാസം 6 ഇവന്റെ ശരീരത്തിൽ വിഷം കുത്തിവെച്ച് ഇവന്റെ മരണശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. ഇവൻ ആ ബേസ്മെന്റിൽ സ്ത്രീകളെ പാർപ്പിക്കാനുള്ള സെറ്റപ്പ് മാത്രം അല്ല ചെയ്തിരുന്നത്. ഇവരെ ബലാത്സംഗം ചെയ്ത് ഇവരിൽ നിന്നും കുട്ടികളുണ്ടാക്കി ഒരു ബേബി ഫാം തുടങ്ങാനുള്ള ഒരു സെറ്റപ്പും അവിടെ ചെയ്തിരുന്നു. എന്തായാലും ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു സൈക്കോയുടെ കഥ അതോടുകൂടി അവസാനിച്ചു. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള പല സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. അതെല്ലാം വെച്ചുകൊണ്ട് ഗാരി ഇങ്ങനെയാകാനുള്ള കാരണം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.